ആ കുട്ടി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നിരിക്കുകയല്ലേ. അങ്ങനെയുള്ളപ്പോൾ അതിനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ തനിച്ചാക്കി കുഞ്ഞ് എവിടേക്കും പോകേണ്ടിയിരുന്നില്ല. ഒരു ഭർത്താവിൻ്റെ സ്നേഹത്തിനും സംരക്ഷണത്തിനോളവും വലുതായി ഈ ലോകത്ത് മറ്റൊരു സന്തോഷവും ഒരു പെണ്ണും ആഗ്രഹിക്കുന്നില്ല കുഞ്ഞെ. അനന്തുവിൻ്റെ മുഖത്ത് നോക്കി ദേവകിയമ്മ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴേക്കും അവൻ്റെ മനസ്സും ഒരു നിമിഷം ആകിയൊന്ന് വല്ലാണ്ടായതുപോലെ തോന്നി. ഹേയ്, ഞാൻ ഒരിക്കലും വേദയെ തനിച്ചാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല ദേവകിയമ്മേ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കൂട്ടായി ദേവികയമ്മ ഇവിടെ ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഞാനും. ഏതായാലും സാരമില്ല. ചെയ്തു തീർക്കാനുള്ളതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ച് ദിവസം എങ്ങോട്ടും പോകുന്നില്ല ദേവികയമ്മേ. ഒരു ചെറു പുഞ്ചിരിയോടെ അവനത് പറയവേ ദേവകിയും അവനെ നോക്കി ഒരു നെടുവീർപ്പിട്ടു. ഒരു കൈയിൽ ഭക്ഷണം വിളമ്പിയ പ്ലേറ്റും മറുകൈയിൽ വെള്ളം നിറച്ച ഗ്ലാസുമായി അവൻ വേദയുടെ അടുത്തേക്ക് നടന്നു. രണ്ടു കൈയും ഫ്രീ അല്ലാതിരുന്നത് കൊണ്ട് തന്നെ റൂമിൻ്റെ ഡോറ് തുറക്കാൻ അവനൊന്ന് പണിപ്പെടേണ്ടി വരുമെന്ന് കരുതിയെങ്കിലും അവൻ്റെ കാലുകൊണ്ട് പതിയൊന്ന് തട്ടി നീക്കിയപ്പോൾ തന്നെ ഡോറ് വേഗത്തിൽ തുറക്കാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം റൂമിനകത്തേക്ക് അവൻ കയറിയപ്പോഴാണ് കട്ടിലിൻ്റെ ഒരു സൈഡിൽ തല ചായ്ച്ച് ചെരിഞ്ഞു കിടക്കുന്ന വേദയെ അവൻ കണ്ടത്. തന്നോടുള്ള പിണക്കത്തിലാണ് ആ കിടപ്പെന്ന് മനസ്സിലാക്കിയതോടെ ഒരു പുഞ്ചിരി ചുണ്ടിൽ ഒളിപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ടീപ്പോയ്ക്ക് മുകളിൽ ഗ്ലാസ് എടുത്തു വെച്ച ശേഷം അവിടെ ഇരുന്നിരുന്ന ഒരു സ്റ്റൂൾ വലിച്ചിട്ട് അവൻ അതിനു മുകളിൽ ഇരുന്നു കൊണ്ട് വേദയൊന്ന് നോക്കിയപ്പോൾ തന്നെ അവനെ കണ്ടില്ലെന്ന ഭാവത്തോടെയാണ് അവൾ പിണക്കം നടിച്ചുകൊണ്ട് വീണ്ടും ഒന്ന് തിരിഞ്ഞു കിടന്നത്. അത് ശരി, അപ്പോൾ താൻ കാര്യമായിട്ട് തന്നെയല്ലേ? എങ്കിലിപ്പോൾ തന്നെ ശരിയാക്കി തരാം. താൻ്റെ ഈ പിണക്കം മാറ്റിയിട്ട് തന്നെയുള്ളൂ ഇനി ബാക്കി കാര്യം. അവൻ അതും പറഞ്ഞ് രണ്ടും കൽപ്പിച്ചെന്ന മട്ടിൽ ഭക്ഷണം വിളമ്പിയ പ്ലേറ്റ് കൂടി വേഗം ടീപ്പോയ്ക്ക് മുകളിൽ അടച്ചു വെച്ചു. പിന്നെ അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ടാണ് പെട്ടെന്ന് അവൻ അവളെ അങ്ങ് കോരിയെടുത്ത് പൊന്തിച്ചത്. ആശ്ചര്യത്തോടെ ഒരു നിമിഷം അവൾ കണ്ണു തുറന്ന് പിടിച്ചത് കണ്ടപ്പോൾ അവൻ അതേ സ്പീഡിൽ തന്നെ അവളെ എടുത്ത് വട്ടം കറക്കാൻ തുടങ്ങി. ആ കറക്കത്തിൽ താനെങ്ങാനും വീണു പോയേക്കുമോ എന്ന പേടിയോടെ അവൾ കണ്ണടച്ചുകൊണ്ട് അവൻ്റെ ടീഷർട്ടിൽ മുറുക്കി പിടിച്ചതും അനന്തു അവളെ സ്നേഹത്തോടെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കണ്ണുകൾ ഇറക്കി അടച്ച് കിടക്കുന്ന അവളെ നോക്കി അവൻ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോയത്. പിന്നെ മുറുക്കിയടച്ച ആ കണ്ണുകളിലേക്ക് അവനൊരു നനുത്ത ചുംബനം നൽകിയതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്നുകൊണ്ട് അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി. എത്ര ദിവസമായിട്ട് പെണ്ണെ നിന്നെ ഇങ്ങനെയൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്. ഇത്രയും ദിവസം എൻ്റെ ഈ നെഞ്ചിനുള്ളിൽ കയറിക്കൂടിയ ഒരു ഭാരത്തെ ഇന്നാ ഞാൻ ശരിക്കും ഒന്ന് ഇറക്കി വെച്ചത്. ഇനി എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, മാധവേട്ടനോട് പറഞ്ഞ് ഞാൻ കുറച്ച് ദിവസം ലീവ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. തന്നെ ശരിക്കൊന്ന് സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഈ അന്തുവിന് ഇനി മറ്റെന്തുള്ളൂ. അവൻ അതും പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ അവളുടെ ആദരങ്ങളോട് അടുപ്പിക്കാനായി മുഖം കുനിച്ചതും വേദ അവനെ തള്ളി മാറ്റിക്കൊണ്ട് വേഗം അവൻ്റെ കൈകളിൽ നിന്നും കുതറിയിറങ്ങി. വേണ്ട വേണ്ട, എന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ടൊന്നും എൻ്റെ അനന്തേട്ടൻ സ്നേഹിക്കണ്ട. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അനന്തേട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ. അവൾ അത് പറയവേ അവനിൽ നിന്നും മുഖം തിരിച്ചു നിന്നപ്പോഴേക്കും അനന്ത് പിറകിലൂടെ ചെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈകോർത്ത് പിടിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു നിർത്തി. പിന്നെ അവളുടെ തോളിലവൻ തൻ്റെ കീഴ്ത്താടി ഒന്ന് അമർത്തി വെച്ചുകൊണ്ട് ആ കഴുത്തിലൂടെ അവൻ മെല്ലെയൊന്ന് ഉരച്ചു നിൽക്കാൻ ശ്രമിച്ചു. തന്നോട് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞേ? സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ എൻ്റെ പെണ്ണിനെ ഇങ്ങനെ ചുറ്റി പിടിച്ച് നിൽക്കുന്നത്. ഉവ്വോ, എന്നിട്ടാണോ എന്നോടൊരു വാക്ക് പോലും പറയാതെ അനന്തേട്ടൻ വേഗം ഭദ്രേച്ചിയുടെ അടുത്തേക്ക് പോയത്? എൻ്റെ പേരും പറഞ്ഞ് അവിടെയുള്ളവരോടെല്ലാം പ്രശ്നമുണ്ടാക്കിയത് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നോ അനന്തേട്ട? ആ ചോദ്യത്തിന് മുൻപിൽ പെട്ടെന്ന് അവൻ അവളുടെ അരക്കെട്ടിൽ നിന്നും കൈയടർത്തി മാറ്റി. പിന്നെ അവളെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി അവളുടെ മുഖത്തേക്ക് അവൻ ആശങ്കയോടെ ഒന്ന് നോക്കി. താൻ ഇതൊക്കെ എങ്ങനെയാടോ അറിഞ്ഞത്? അവളുടെ ഇരുത്തോളിലും പിടിച്ചുകൊണ്ട് അവനത് ചോദിക്കുമ്പോൾ വേദയുടെ കണ്ണുകൾ അറിയാതെ ഒന്ന് നിറഞ്ഞു വന്നു. അനന്തേട്ടൻ ഇവിടുന്ന് പോയ ശേഷം ആ ഫോണിലേക്ക് ഞാൻ പല തവണ വിളിച്ചിരുന്നതാണ്. എന്നാൽ അപ്പോഴൊക്കെ അനന്തേട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറഞ്ഞത്. ശബ്ദം കേൾക്കാതായപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആദി പടർന്നു കയറി. അപ്പോഴാണ് ഞാൻ വരുണേട്ടൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കിയത്. ഏട്ടനാണ് എന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. പെട്ടെന്നൊരു നിമിഷം എല്ലാം കൂടി കേട്ടപ്പോൾ ഞാൻ ആകെ ഒന്ന് വല്ലാണ്ടായി. എനിക്ക് വേണ്ടിയിട്ടാണല്ലോ അനന്തേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഓർത്തപ്പോൾ അവൻ ഒരു നിമിഷം അവളുടെ സംസാരത്തിനായി കാതുകൾ കൂർപ്പിച്ചു നിർത്തി. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അനന്തേട്ടാ. എന്തിനായിരുന്നു അവിടെ ചെന്ന് അനന്തേട്ടൻ അങ്ങനെയൊക്കെ പെരുമാറിയത്?
അതും ഈ അനാഥ പെണ്ണിന് വേണ്ടി. ഇതോടെ അവരുടെയൊക്കെ ഉള്ളിൽ എന്നോടുള്ള ദേഷ്യം ഒന്നുകൂടി കൂടിക്കാണില്ലേ? എൻ്റെ പേരും പറഞ്ഞ് ഇത്രയൊക്കെ ബഹളം വെച്ചതോടെ എൻ്റെ അനന്തേട്ടനോടും അവർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ദേഷ്യം കൂടിയിട്ടുണ്ടാവില്ലേ? എന്നെ കൂടെ കൂട്ടിയത് കൊണ്ടല്ലേ അനന്തേട്ടന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്? ഞാൻ ഈ ജീവിതത്തിലേക്ക് കയറി വന്നതോടെ അനന്തേട്ടൻ്റെ സമാധാനവും സ്വസ്ഥതയും എല്ലാം നശിക്കാനും തുടങ്ങിയില്ലേ? അതുകൊണ്ട് ഞാൻ വേണച്ച എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം അനന്തേട്ടാ. എന്നെ ദൂരെയുള്ള ഏതെങ്കിലും ഒരു ഓർഫനേജിലേക്ക് ഒന്ന് കൊണ്ടുപോയി വിട്ടാൽ മാത്രം മതി. ഭാര്യയാണെന്ന അവകാശവും പറഞ്ഞ് ഞാൻ ഒരിക്കൽ പോലും എൻ്റെ അനന്തേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായി പിന്നെ കടന്നു വരില്ല. കുറുക്കിയ കണ്ണുകളോടെ അവൾ അവനെ നോക്കിയത് പറയവേ അനന്തു അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പോയി. ഇപ്പോഴും താൻ പറഞ്ഞത് എൻ്റെ അനന്തേട്ടൻ്റെ ജീവിതത്തിലേക്കെന്നാ? അതിനർത്ഥം ഞാൻ തനിക്ക് സ്വന്തമാണെന്നല്ലേ വേദ? തൻ്റെ ഈ ഹൃദയത്തിനകത്ത് എന്നെ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് എന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? എന്നിട്ടും വെറുതെ ഓരോ ഡയലോഗ് അടിച്ച് ഈ പാവ അനന്തേട്ടനെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ നിനക്ക് എങ്ങനെയാ പെണ്ണെ മനസ്സ് വരുന്നത്? അവൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാനാവാതെ അവൻ്റെ കൈ അവൾ തൻ്റെ തോളിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് വേദ അവനിൽ നിന്നും മാറി അവിടുത്തെ ജനലിനടുത്തേക്ക് ചെന്ന് നിന്നു. ആ കമ്പിയിൽ പിടിച്ചുകൊണ്ട് അവൾ മിഴികൾ പുറത്തേക്ക് പായിക്കുമ്പോൾ അനന്തവും അവളുടെ തൊട്ടടുത്തേക്ക് ചെന്ന് ഇരു കൈകളും പിണഞ്ഞുകെട്ടി ചുമരും ചാരി നിന്ന് അവളെ തന്നെയൊന്ന് നോക്കി നിന്നു. എന്നാൽ അവൾ അപ്പോഴും അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ ആ നിൽപ്പ് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. വിട്ടുപിരിയുമ്പോൾ ആദ്യം കുറച്ച് പ്രയാസവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. പിന്നീട് പതുക്കെ പതുക്കെ അതുമായെല്ലാം നമ്മുടെ മനസ്സും പൊരുത്തപ്പെട്ട് തുടങ്ങും അനന്തേട്ടാ. അനന്തേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയാൽ തന്നെ നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ അനന്തേട്ടനെ തേടി വീണ്ടും എത്തിക്കോളും. അച്ഛന് അനന്തേട്ടനോടുള്ള പിണക്കവും ഈ അകൽച്ചയും എല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. അദ്ദേഹവും അനന്തേട്ടനുമൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും അർഹിക്കാത്തവരുടെ കൈകളിലേക്ക് ഒരിക്കലും എത്തിച്ചേരുകയില്ല. തൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ ആ സംസാരം തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദേഷ്യത്തോടെ പെട്ടെന്ന് അനന്തു അവളെയൊന്ന് തറപ്പിച്ചു നോക്കി. ഹോ, അപ്പോൾ അതാണ് കാര്യം. എൻ്റെ സ്വത്തെല്ലാം ഭദ്രയുടെ പേരിലേക്ക് മാറ്റി എഴുതാൻ പോകുന്ന വിവരം താനും അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? അതിൻ്റെ ഫലമായിട്ടാകും താനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. ഏതായാലും നീ ഇത്രയും നേരം ആലോചിച്ചു കൂട്ടിയ തീരുമാനങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഫനേജിലേക്ക് പോകാവുന്നതാണ്. എന്നാൽ ഈ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുകൂടി നീ പറഞ്ഞു താ വേദ. എൻ്റെ സ്വത്തെല്ലാം ഭദ്രയുടെ പേർക്ക് എഴുതി വയ്ക്കാൻ പോവാണെന്ന് എൻ്റെ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ മനസ്സറിയാതെ ഒന്ന് പതറി എന്നുള്ളത് സത്യ. എന്ന് കരുതി അതൊന്നും എൻ്റെ മനസ്സിനെ തളർത്തുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. എല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണ് മാത്രം മതി എനിക്ക് കൂട്ടിനിന്ന് അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് വിളിച്ചു പറഞ്ഞാ ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നത്. അങ്ങനെയുള്ള എന്നെയാ നീ ഇപ്പോൾ വാക്കുകൾ കൊണ്ട് മനഃപൂർവ്വം മുറിപ്പെടുത്താൻ ശ്രമിച്ചത്. ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ അനന്തുവിനെ മുറിപ്പെടുത്താം, വേദനിപ്പിക്കുകയും ചെയ്യാം. എനിക്കൊരു മനസ്സുണ്ടെന്ന് ആരും ഓർക്കുന്നു പോലുമില്ല. ശരി, തൻ്റെ ഇഷ്ടം അങ്ങനെയാണെച്ചാൽ അത് തന്നെ നടക്കട്ടെ. ഞാൻ ആരെയും പിടിച്ചു വയ്ക്കുന്നില്ല. എന്നെയും എൻ്റെ സ്നേഹത്തെയും മനസ്സിലാക്കാൻ കഴിയാത്തവരൊക്കെ എവിടേക്കാന്ന് വെച്ചാൽ പോയിക്കോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഐസുവിന് മുമ്പിൽ നിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ അനന്തേട്ടനെ വേണ്ടെന്ന് വയ്ക്കാൻ നിനക്കാവുമെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ തന്നെ എല്ലാം നടക്കട്ടെ വേദ. മനസ്സിനകത്തെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഒന്നിച്ച് പുറത്തേക്ക് ഒഴുകി വന്നതുപോലെയുള്ള അവൻ്റെ ആ പ്രതികരണത്തിൽ ഒരു നിമിഷം വേദയാകെ നിശബ്ദമായി നിന്നു. എല്ലാം പറഞ്ഞവസാനിപ്പിച്ചെന്ന മട്ടിൽ ബെഡിന് മുകളിലേക്ക് അവൻ ചെന്നിരുന്ന് നെറ്റിയിൽ ഉരസി പിടിച്ചുകൊണ്ട് തല താഴ്ത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മനസ്സും ആകെയൊന്ന് തകർന്നു പോയിരുന്നു. താൻ പറഞ്ഞു പോയതെല്ലാം അല്പം ക്രൂരമായി പോയെന്ന വേദനയോടെ അവൻ്റെ ആ ഇരിപ്പ് കണ്ട് സഹിക്ക വയ്യാതെ അവൾ അവൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഓടി ചെന്നിരുന്ന് അവനെ പറ്റിപ്പിടിച്ചുകൊണ്ട് തേങ്ങി കരയാൻ തുടങ്ങി. ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയെ തന്നെയാണ് ഞാൻ ഇതെല്ലാം എൻ്റെ അനന്തേട്ടനോട് പറഞ്ഞു തീർത്തത്. ഞാൻ കാരണമാണ് എൻ്റെ അനന്തേട്ടൻ ഒരുപാടധികം കഷ്ടതകൾ അനുഭവിക്കുന്നതെന്ന് തോന്നിയപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അനന്തേട്ടാ. അനന്തേട്ടൻ്റെ സ്വത്തെല്ലാം നഷ്ടപ്പെടാൻ പോകുന്നുവെന്ന സങ്കടം കൊണ്ടല്ല ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. സ്വത്തോ സമ്പാദ്യമോ ഒന്നും ആശിച്ചിട്ടുമല്ല ഞാൻ ഇതെല്ലാം പറഞ്ഞത്. മറിച്ച് ഞാൻ ഒരാൾ കാരണമല്ലേ ഇത്രയേറെ പ്രശ്നങ്ങൾ എൻ്റെ അനന്തേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഞാൻ തന്നെ മനഃപൂർവ്വം അങ്ങ് ഒഴിവായി പോവുകയാണെങ്കിൽ എൻ്റെ അനന്തേട്ടനെങ്കിലും സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയുമല്ലോ എന്ന് ഞാൻ കരുതിപ്പോയി. അവൻ്റെ കാൽച്ചുവട്ടിലിരുന്നു കൊണ്ട് ആ കാലുകൾ ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ അത് പറയവേ അവൻ്റെ നെഞ്ചും പിടഞ്ഞു പോവുകയായിരുന്നു അന്നേരം. അതോടെ അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുത്തിയപ്പോഴേക്കും അവളുടെ കണ്ണുകളെല്ലാം ആകെ നനഞ്ഞു കുതിർന്നൊട്ടിയിരുന്നു.
ഇനി ഒരിക്കൽ പോലും താൻ ഇങ്ങനെയൊന്നും പറഞ്ഞു പോകരുത് വേദ. താൻ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയാൽ കിട്ടുന്ന സന്തോഷമോ സമാധാനമോ ഒന്നും തന്നെ എനിക്ക് ആവശ്യവുമില്ല. നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് സന്തോഷമാടി പെണ്ണെ കിട്ടുക? അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം താൻ മറക്കാൻ ശ്രമിക്കണം. നമുക്കിടയിലുള്ള ഈ പ്രണയത്തെ ഇനി ഒരിക്കൽ പോലും വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താൻ നീ ശ്രമിക്കരുത് വേദ. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ലെന്ന് കൂടി നീ ഓർക്കുന്നത് നല്ലതാ, കേട്ടല്ലോ. നിറക്കണ്ണുകളോടെ അവനെ തന്നെ ഉറ്റുനോക്കുന്നവളെ നോക്കി അവനത് പറയുമ്പോൾ വേദ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അനുസരണയോടെ അവന് മുന്നിൽ തലയാട്ടി കൊടുത്തു. അത് കണ്ട ഉടനെ അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. താൻ ഒന്നും കഴിച്ചില്ലെന്ന് ദേവകിയമ്മ വന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ ഇതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നോടുള്ള പിണക്കവും പരിഭവവും ഒക്കെ മാറിയെങ്കിൽ ഇനി എൻ്റെ ഭാര്യയ്ക്ക് ഈ ആഹാരം എടുത്ത് കഴിക്കാലോ അല്ലേ? ഒരു കുസൃതി ചിരിയോടെ അവനത് ചോദിക്കവേ തൻ്റെ 2 കണ്ണുകളും അമർത്തി തുടച്ച ശേഷം അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കാട്ടി. എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അന്തേട്ടൻ ഇതൊക്കെ താങ്ങിയെടുത്ത് ഇവിടേക്ക് വന്നത്? അങ്ങനെയാണെങ്കിൽ ഇതെന്നെ കഴിപ്പിക്കേണ്ടതും എൻ്റെ അന്തേട്ടൻ തന്നെയല്ലേ? എന്നുവെച്ചാ? സംശയത്തോടെ അവൻ അവളെ നോക്കിയെന്ന് ചോദിച്ചതും അല്പം നാണത്തോടെ തലതാഴ്ത്തി അവൻ്റെ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ടവൾ അവനെയൊന്ന് ഒളിക്കണ്ണിട്ട് നോക്കി. എന്നുവെച്ചാൽ അന്തേട്ടൻ്റെ കൈകൊണ്ട് തന്നെ എനിക്കിത് വാരി തന്നാൽ ഞാനിത് മുഴുവനും കഴിക്കുമെന്നാ പറഞ്ഞ്. ഒരു കുസൃതി ചിരി ചുണ്ടിൽ ഒളിപ്പിച്ചുകൊണ്ടവൾ അവനെ നോക്കിയത് പറയവേ അവളുടെ മൂക്കിൻ തുമ്പൊന്ന് വലിച്ചു വിട്ടുകൊണ്ടവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത് ശരി, അപ്പോൾ എൻ്റെ ശ്രീമതിയുടെ ആഗ്രഹം അതാണല്ലേ? ആ, എന്തായാലും കൊള്ളാം. വാരിത്തരാൻ കൂടി ഞാനങ്ങ് മെനക്കെട്ടാ പിന്നെ തനിക്ക് തൻ്റെ വാ തുറന്ന് പിടിച്ചാൽ മാത്രം മതിയല്ലോ അല്ലേ? ഒരു തമാശയോടെ അവനത് പറഞ്ഞു തീർക്കവേ നെറ്റി ചുളിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. സ്നേഹത്തോടെ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് അവൾ തല ചേർത്ത് വെച്ച് കിടന്നു. മാധവേട്ടനെ വിളിച്ച് ലീവ് പറഞ്ഞ് അറിയിച്ചതിനെ തുടർന്ന് അനന്ത് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം വേദയ്ക്കൊപ്പം തന്നെയായിരുന്നു. അവളുടെ മനസ്സിനും ശരീരത്തിനും പരമാവധി റെസ്റ്റ് കൊടുക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ തനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അവനും അറിയാമായിരുന്നു. അതിനുവേണ്ടി അവൾക്കൊപ്പം പണികൾ എടുക്കാനും അവളെ സഹായിക്കാനും എല്ലാം അവൻ നിഴല് പോലെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കിച്ചണിലെ പാചകപ്പണികളിൽ അവളെ തൊടിക്കാതെ തേങ്ങ ചിരകുന്നതും പാചകം ചെയ്യുന്നതുമെല്ലാം അനന്തു തന്നെയായിരുന്നു. എല്ലാം ആസ്വദിച്ചവൻ ചെയ്യുമ്പോൾ അവൻ്റെ സ്നേഹത്തെ നിറകണ്ണുകളോടെ അവൾ മാറി നിന്ന് നോക്കിക്കാണുകയായിരുന്നു. തുണികൾ വിരിച്ചിടാനും മടക്കി വയ്ക്കാനും എല്ലാം മുൻപന്തിയിൽ അവൻ തന്നെയായിരുന്നു അവൾക്കൊപ്പം. തന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ ഒരു കൊച്ചുകുട്ടിയെ പോലെ പരിപാലിച്ച് നടക്കുന്ന അനന്തേട്ടനെ കണ്ട് വേദ ദേവകിയമ്മയെ നോക്കി ഒരു ചമ്മലോടെ നെറ്റിയെ ചുളിച്ചെങ്കിലും അവരുടെ സ്നേഹവും സന്തോഷവും കണ്ട് ദേവകിയമ്മയുടെയും മനസ്സ് ആശ്വസിക്കുകയായിരുന്നു അന്നേരം. അതിനിടയിലാണ് പെട്ടെന്ന് കോളിംഗ് ബെല്ല് ശബ്ദം കേട്ട് അനന്ത് ഉമ്മറത്തേക്ക് വാതിൽ തുറക്കാനായി വേഗം ചെന്നത്. തുറന്ന പാടെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് അവനൊന്ന് അതിശയിച്ചു നിന്നെങ്കിലും അനന്തുവിൻ്റെ ആ നിൽപ്പ് അയാളെയും ഒന്ന് പുഞ്ചിരിപ്പിക്കുകയായിരുന്നു.